എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നാനോ ടെക്നോളജി ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കുഞ്ഞൻ സൂപ്പർ ഹീറോയെപ്പറ്റിയാണ്. കാർബൺ ക്വാന്റം ഡോട്ടുകൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കണ്ണിന് കാണാൻ പോലും പറ്റാത്തത്രയും ചെറിയ തിളങ്ങുന്ന കുറേ ഡോട്ടുകൾക്ക് ക്യാൻസർ കോശങ്ങളെ കണ്ടുപിടിക്കാനും നമ്മുടെ ബാറ്ററികൾക്ക് കൂടുതൽ ശക്തി കൊടുക്കാനും കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും? അതെ, അതാണ് കാർബൺ ക്വാണ്ടം ഡോട്ടുകൾ നമുക്ക് തരാൻ പോകുന്നൊരു ഭാവി. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആരാണ് നമ്മുടെ ഈ മൈക്രോസ്കോപ്പിക് ഹീറോ? എന്താണ് ഇവയെ എത്രയധികം സ്പെഷ്യലാക്കുന്നത്? ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ നാനോ ലോകമെന്ന് പറഞ്ഞാൽ എത്രത്തോളം ചെറുതാണെന്ന്. നാനോ മെറ്റീരിയലുകളെന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായ തലത്തിലാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഗോലിയുടെ വലുപ്പം 1 നാനോമീറ്റർ ആണെന്ന് വെറുതെ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ വലിയ ഭൂമിയുടെ വലുപ്പം വെറും 1 മീറ്ററായിരിക്കും. അത്രയ്ക്ക് ചെറുതാണ് നമ്മൾ സംസാരിക്കുന്ന ഈ ലോകം. നിങ്ങൾ ഗ്രാഫീനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ, അല്ലേ? സ്റ്റീലിനേക്കാൾ എത്രയോ ശക്തമായ ആ അത്ഭുത വസ്തു. അപ്പോൾ നമ്മുടെ ഈ കാർബൺ ക്വാണ്ടം ഡോട്ടുകൾ ഈ ഗ്രാഫീനൊക്കെ ഉൾപ്പെടുന്ന കാർബൺ നാനോ മെറ്റീരിയലുകളുടെ കുടുംബത്തിലെ ഒരംഗമാണ്. അപ്പോൾ എന്താണ് ഈ കാർബൺ ക്വാണ്ടം ഡോട്ട് അഥവാ CQD? ഇവ ഗോളാകൃതിയിലുള്ള കുഞ്ഞൻ കണങ്ങളാണ്. ഇവയെ സീറോ ഡൈമെൻഷണൽ എന്ന് വിളിക്കാനൊരു കാരണമുണ്ട്. കാരണം ഇവയുടെ നീളം, വീതി, ഉയരം ഇതെല്ലാം നാനോ സ്കെയിലാണ്. അതായത് ഒരു പോയിന്റ് പോലെ. അതിന് കാര്യമായ നീളമോ വീതിയോ ഉയരമോ ഇല്ലെന്ന് സാരം. ഇവയുടെ വലിപ്പം 10 നാനോമീറ്ററിലും താഴെയാണ്. നമ്മുടെ ഒരു മുടിയിഴയുടെ 1000കണക്കിന് ഇരട്ടി ചെറുത്. ഓർക്കണം, ഈ കുഞ്ഞൻ വലിപ്പമാണ് ഇതിൻ്റെയൊക്കെ സൂപ്പർ പവറിന് കാരണം. അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഈ കുഞ്ഞൻ ഡോട്ടുകളുടെ സൂപ്പർ പവറുകൾ? എന്തിനാണ് ശാസ്ത്രലോകം ഇവയെപ്പറ്റി ഇത്രയധികം ആവേശഭരിതരാകുന്നത്? ഒന്നാമത്തെ സൂപ്പർ പവർ എന്താണെന്നറിയോ? ഇവയ്ക്ക് തിളങ്ങാൻ പറ്റും. അതായത് അൾട്രാ വയലറ്റ് ലൈറ്റൊക്കെ അടിക്കുമ്പോൾ ഇവ പ്രകാശിക്കാൻ തുടങ്ങും. ഇതിനെ ഫ്ലൂറസൻസ് എന്ന് പറയും. ഈ കഴിവുകൊണ്ട് ഇവയെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനുമൊക്കെ വളരെ എളുപ്പമാണ്. ഒരു ഇരുട്ടുമുറിയിൽ മിന്നുന്ന ഒരു വസ്തുവിനെ കണ്ടുപിടിക്കുന്നത് പോലെ. രണ്ടാമത്തെ സൂപ്പർ പവർ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവ സേഫാണ്. അതായത് ബയോ കോമ്പാറ്റിബിൾ ആണ്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യില്ല. അതുകൊണ്ടുതന്നെ ഇതിന് വിഷാംശം വളരെ കുറവാണ്. ഇത് മെഡിസിൻ രംഗത്ത് ഇതിനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കുന്നു. മൂന്നാമത്തേത്, ഇവ ഭയങ്കര വേഴ്സറ്റൈലാണ്. അതായത് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. ഇവയുടെ ഉപരിതലം നമുക്ക് ഇഷ്ടമുള്ള ജോലികൾക്കായി എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു സ്വിസ് ആർമി കത്തി പോലെ നമുക്കിഷ്ടമുള്ള പണിക്ക് വേണ്ടി ഇതിനെ മാറ്റിയെടുക്കാം. പഴയ ക്വാണ്ടം ഡോട്ടുകളും ഇവയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സുരക്ഷ തന്നെയാണ്. പണ്ടത്തെ സെമി കണ്ടക്ടർ ക്വാണ്ടം ഡോട്ടുകളിൽ കാഡ്മിയം പോലത്തെ വിഷമുള്ള ഹെവി മെറ്റലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ CQDകൾ കാർബൺ ആയതുകൊണ്ട് ആ പേടി വേണ്ട. അതുകൊണ്ടുതന്നെ ആരോഗ്യരംഗത്തെ ഉപയോഗങ്ങൾക്ക് CQDകൾ ഒരു രക്ഷകനാണ്. ഓക്കെ, ഇത്രയൊക്കെ സൂപ്പർ പവറുകൾ ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഇതൊക്കെ വെറും തിയറിയാണോ? അല്ല. നമുക്ക് നോക്കാം ഇവയൊക്കെ എവിടെയാണ് ശരിക്കും ഉപയോഗിക്കുന്നതെന്ന്. ഇവയുടെ ഉപയോഗങ്ങൾ കേട്ടാൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെടും. ബയോമെഡിക്കൽ ഇമേജിങ്ങിൽ അതിൻ്റെ ആ തിളങ്ങാനുള്ള കഴിവുണ്ടല്ലോ, അതൊരു ടോർച്ച് പോലെ പ്രവർത്തിച്ച് രോഗമുള്ള കോശങ്ങളെ കൃത്യമായി കാണിച്ചു തരും. ക്യാൻസർ ചികിത്സയിലാണെങ്കിൽ മരുന്നുകളെ ഒരു കൊറിയർ പോലെ കൃത്യമായി ക്യാൻസർ കോശങ്ങളിൽ മാത്രം എത്തിക്കും. നല്ല കോശങ്ങൾക്കൊരു കേടും പറ്റില്ല. പിന്നെ ഊർജ്ജരംഗത്ത് സൂപ്പർ കപ്പാസിറ്ററുകളെ കൂടുതൽ പവർഫുള്ളാക്കുന്നു. നമ്മുടെ ഫോണിലെയും ടിവിയിലെയും LED-കളെ കൂടുതൽ മികച്ചതാക്കുന്നു. എന്തിന്, വെള്ളം ശുദ്ധീകരിക്കാൻ വരെ ഇവയെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കാർബൺ കൊണ്ടുണ്ടാക്കിയ പ്രത്യേക ഘടനയാണ് CQDകൾക്ക് ഇത്രയധികം കഴിവുകൾ കൊടുക്കുന്നത്. തിളങ്ങാനും സേഫായിരിക്കാനും പല ആവശ്യങ്ങൾക്കായി മാറാനുമൊക്കെ ഇതിനെ സഹായിക്കുന്നത് ഈ ഘടനയാണ്. നമ്മൾ ഇതുവരെ CQDകൾ എന്താണെന്നും അവയുടെ കഴിവുകളും ഉപയോഗങ്ങളും കണ്ടു. ഇനി എന്താണ് ഭാവി? നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം ഇതാണ്. പ്രകാശത്തോടും വൈദ്യുതികളോടും കെമിക്കൽസിനോടും പ്രതികരിക്കാനുള്ള ഇതിന്റെ സവിശേഷമായ കഴിവുകളാണ് ഇതിനെ ഇത്രയും വലിയൊരു സംഭവമാക്കി മാറ്റുന്നത്. ഈ കഴിവുകൾ കാരണം ഇതിന് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചോദ്യം. ഇത്രയധികം കഴിവുകളുള്ള ഈ കുഞ്ഞൻ പവർ ഹൗസുകളെ വെച്ച് മെഡിസിനിലോ എനർജിയിലോ പരിസ്ഥിതിയിലോ അസാധ്യമെന്ന് നമ്മൾ കരുതിയിരുന്ന ഏതു വലിയ പ്രശ്നമായിരിക്കും നമ്മൾ അടുത്തതായി പരിഹരിക്കാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈയൊരു ചിന്ത നിങ്ങൾക്ക് വിട്ടുകൊണ്ട് ഇന്നത്തെ ഈയൊരു വിവരണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.